നിങ്ങൾ വെള്ളം അടിക്കണതും ആത്മഹത്യ ചെയ്യാൻ പോണതും പണിക്കാരുടെ നിന്ന് പണി കിട്ടിയതെന്നല്ലേ. അവൻ ചതിച്ചു, ഇവൻ ചതിച്ചു. അവൻ വിസ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല. 8 ലക്ഷം പോയി. ഓൺലൈനിൽ ഞാൻ ഗ്യാമ്പിൾ ചെയ്തു, കാശ് പോയി. ഇങ്ങനെ പണിക്കാർ നിങ്ങൾ ചതിക്കുമല്ലോ. അതിനത് സംശയമില്ല കാര്യങ്ങളില്ലേ. അപ്പം പണിക്കാരെപ്പോഴും പണി തരുമെന്നുള്ള ഉറപ്പാണ്. അപ്പം എന്ത് സങ്കീർത്തനം എന്താ പറയണത്? 127 പറഞ്ഞാൽ കർത്താവാണ് ഭവനം പണിയണത്. അപ്പം പണിക്കാർ ചതിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? കർത്താവാണ് ഭവനം പണിയേണ്ടതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയാണ് കർത്താവ്. നീ ആശ്രയിച്ചേക്കണം. 2 വചനം ഒന്നാണ് കേട്ടോ. അതായത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന് മൂലക്കല്ലാകണതും, അതുപോലെ അത് സങ്കീർത്തനം 118:22 കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പണി വ്യർത്ഥമാണെന്നും. അപ്പം ഈ പണി വ്യർത്ഥമാകുന്ന പണിക്കാർ പണിഞ്ഞാലും നമ്മളെ സഹായിച്ചാലും അത് വ്യർത്ഥമാണ്. എന്താ കാര്യം? കർത്താവ് ഭവനം പണിയണം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. കാര്യം എന്താണ്? കർത്താവ് അതിനെ മൂലക്കല്ലാക്കും. അപ്പം കർത്താവ് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ്. അപ്പം കർത്താവിൻ്റെ ഫോക്കൽ പോയിന്റ് ആയിട്ട് അങ്ങോട്ട് ജീവിതം റീഅറേഞ്ച് ചെയ്താണല്ലോ, അടിപൊളിയായി.